വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കൃഷി വകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം. കൃഷിമന്ത്രി ടി സിദ്ദിഖിനൊപ്പം വാർത്താ സമ്മേളനം നടത്താനെത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. KM ബഷീറിന്റെ കൊലയാളിയെ വാർത്താ സമ്മേളനത്തിൽ ഒപ്പമിരുത്താൻ കഴിയില്ലെന്ന് മാധ്യമപ്രവർത്തകർ നിലപാടെടുത്തു. പ്രതിഷേധത്തെ തുടർന്ന് ശ്രീറാം പുറത്തിറങ്ങി. നിയമസഭയിലെ മീഡിയ റൂമിലായിരുന്നു വാർത്താ സമ്മേളനം. മാധ്യമപ്രവർത്തകനായിരുന്ന KM ബഷീറിനെ ആരോപിച്ച് കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. ഒരു മിനിറ്റ് പൂർത്തീകരിക്കും. ഇതൊന്ന് സബ്ജക്റ്റ് ഒന്ന് പൂർത്തീകരിക്കട്ടെ. ഒരു മിനിറ്റ് ശ്രീധർ, ഒരു മിനിറ്റ്. അപ്പൊ ഈ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BV അരുൺ ചേരുന്നുണ്ട്. അരുൺ, നമ്മുടെ ഒരു സഹപ്രവർത്തകനെ കാറെടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. അങ്ങനെ ഒരു കേസിലെ ഒരു കൊലയാളിയായിട്ടുള്ള ആളാണ് ഒരു ഉന്നതമായിട്ടുള്ള പദവിയിൽ, കൃഷിവകുപ്പിന്റെ ഡയറക്ടർ പദവിയിൽ ഇരിക്കുന്നത്. അത് തന്നെ ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച. അതോടൊപ്പം ഈ വാർത്താ സമ്മേളനത്തെത്തുന്നു, മന്ത്രിക്കൊപ്പം വാർത്താ സമ്മേളനത്തെത്തുന്നു. എന്താണ് ഇന്ന് അവിടെ സംഭവിച്ചത്? ഇതേ തുടർന്ന് എന്തായിരുന്നു മന്ത്രിയുടെ ഈ വിഷയത്തിൽ മന്ത്രിയുടെ നിലപാട് എന്താണ്? ടോം, നിയമസഭാ സമ്മേളനം കഴിഞ്ഞ ശേഷമാണ് കൃഷിമന്ത്രി ടി സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തുമെന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു. വാർത്താ സമ്മേളനം ആരംഭിച്ചത് തുടക്കത്തിൽ അദ്ദേഹം മാത്രമായിരുന്നു. ഞാനിവിടെ നിൽക്കുന്ന മീഡിയ റൂമിലെ അദ്ദേഹത്തിന് ഈ വാർത്താ സമ്മേളന ഹാളിൽ പെട്ടെന്ന് ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന കൃഷി വകുപ്പിന്റെ ഡയറക്ടർ കൂടി വാർത്താ സമ്മേളന ഹാളിലേക്ക് കടന്നു വന്നു. മന്ത്രിയുടെ ഇടതുവശം അദ്ദേഹം ഇരിപ്പുറപ്പിച്ചു. അപ്പോഴാണ് മാധ്യമപ്രവർത്തകർ, ഞങ്ങളിൽ ഒരാളെ കാറിടിച്ചു കൊന്ന കേസിലെ പ്രതിയാണ് നിങ്ങൾ കടുത്തിരിക്കുന്നത്, ഇയാളെ ഇരുത്തിക്കൊണ്ട് വാർത്താ സമ്മേളനം സാധ്യമല്ല, ഇത് മര്യാദയല്ല എന്ന നിലപാട് മന്ത്രി അറിയിച്ചത്. പക്ഷേ അപ്പോൾ മന്ത്രി അത് കേൾക്കാൻ തയ്യാറായില്ല. ടി സിദ്ദിഖ് ചെയ്ത് വരട്ടെ, ഇതൊന്ന് കഴിയട്ടെ എന്ന നിലപാടാണ്. ആ സമയം വീണ്ടും മാധ്യമപ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ അറിയിച്ചു. അപ്പോഴാണ് മന്ത്രി വീണ്ടും ഇടപെടുകയും പറഞ്ഞത് ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും മാധ്യമപ്രവർത്തകർ, എങ്കിൽ നിങ്ങൾ വാർത്താ സമ്മേളനം നടത്തിക്കോളൂ, ഞങ്ങൾ ഇവിടുന്ന് മാറി തരാം, ശ്രീറാം വെങ്കിട്ടരാമന് ഒപ്പം വരുത്തി നിങ്ങൾ വാർത്താ സമ്മേളനം നടത്തിക്കോളൂ, ഞങ്ങൾ മാറാമെന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകർ ഇവിടെ ഈ പത്രസമ്മേളന ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങി. അപ്പോഴാണ് മന്ത്രി പറഞ്ഞില്ല, മന്ത്രി നിർദ്ദേശപ്രകാരവുമല്ല, ശ്രീറാം വെങ്കിട്ടരാമൻ സ്വയം ഇവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയത്. ടോം, അതിൽ വൈകാരിക തലം കൂടിയുണ്ട്. കാരണം KM ബഷീർ ഏറ്റവും അധികം പ്രവർത്തിച്ച മേഖലയാണ് നിയമസഭ. KM ബഷീർ ഏറ്റവും അധികം കാലം റിപ്പോർട്ട് ചെയ്ത നിയമസഭാ നടപടിക്രമങ്ങളാണ്. ഈ നിയമസഭയിൽ എല്ലാ സമ്മേളനം നടക്കുമ്പോഴും ഏറ്റവും സജീവമായി നിന്ന മാധ്യമപ്രവർത്തകനാണ് KM ബഷീർ. അങ്ങനെ ഒരാളെ വാഹനം ഇടിച്ചു കൊന്ന കേസിലെ പ്രതിയാണ്. കൊന്നത് മാത്രമല്ല, അയാൾ ആ കൊലക്കുറ്റത്തിൽ നേരിട്ട് പങ്കാളിയാണോ അല്ലയോ എന്നൊക്കെ കോടതി പറയേണ്ടത്. പക്ഷേ